വി വി പാറ്റ് കേസിൽ സുപ്രീംകോടതി വിധി വരികയാണ്. മുഴുവൻ വി വി പാറ്റ് രസീതുകളും എണ്ണണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം വളരെ യഥാർത്ഥത്തിൽ വലിയൊരു കനത്ത തിരിച്ചടി എന്ന് പറയാവുന്ന ഒരു വിധിയാണ്. എല്ലാ വി വി പാറ്റുകളും എണ്ണി തിട്ടപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമാണ് പല സംഘടനകളും പല സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറിയോ ക്രമക്കേടോ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആകാംക്ഷ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ അതിശക്തമായി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ സംഘടനകളും വിവിധ വ്യക്തികളും സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗവും കേട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു പറഞ്ഞത് യാതൊരു ക്രമക്കേടുകൾക്കും സാധ്യതയില്ല എന്നാണ്. നിർണായക വിധിയുടെ വിവരങ്ങൾ ശരത് കെ ശശി നൽകും. ശരത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2 നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വി വി പാറ്റ് രസീതുകൾ എണ്ണണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? സ്മൃതി, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച വിധി അല്പസമയത്തിന് മുൻപ് പുറപ്പെടുവിച്ചത്. ഈ വിധിയിൽ പ്രധാനമായും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് 100% വി വി പാറ്റ് രസീതുകളും എണ്ണണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നതാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ള സംഘടനകളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടൊപ്പം തന്നെ ഈ വി വി പാറ്റ് രസീതുകളും എണ്ണി 100% വി വി പാറ്റ് രസീതുകളും എണ്ണി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 100% വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയത് എന്നതിനെ സംബന്ധിച്ച നിയമപരമായ വിശദീകരണങ്ങൾ ഈ ഉത്തരവിന്റെ ഭാഗമായി വന്നു തുടങ്ങുന്നതേയുള്ളൂ. എങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ 2 നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ സിംബൽ ലോഡിംഗിന്റെ പ്രക്രിയ പൂർത്തിയാകുന്ന ഘട്ടത്തോടെ സിംബൽ ലോഡിംഗ് യൂണിറ്റ് അത് സീൽ ചെയ്തിരിക്കണം. അങ്ങനെ സീൽ ചെയ്ത സിംബൽ ലോഡിംഗ് യൂണിറ്റ് 45 ദിവസം ഈ സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്ത് സൂക്ഷിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റ് രണ്ടാമത്തെ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. കോടതി നേരത്തെ തന്നെ ഈ 100% വി വി പാറ്റ് രസീതുകളും എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രായോഗികമായ തടസ്സങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടാവുക എന്ന നിരീക്ഷണമടക്കം ഈ ഹർജികളിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ കോടതി നടത്തുകയും ചെയ്തിരുന്നു. ചില ഹർജികളിൽ നേരെ പേപ്പർ ബാലറ്റിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് മാറ്റണം എന്ന ആവശ്യമടക്കം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യവും ഏതായാലും കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. പേപ്പർ ബാലറ്റ് എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ജനസംഖ്യ വോട്ടർമാരുള്ള ഒരു പശ്ചാത്തലത്തിൽ അത് പ്രായോഗികമല്ല എന്ന് കോടതി നേരത്തെ തന്നെ നിലപാടെടുക്കുകയും ചെയ്തതാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും 2 വിധികൾ വെവ്വേറെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭിന്ന വിധികളല്ല. ഇവർ രണ്ടുപേരും ഈ വി വി പാറ്റുകൾ 100% എണ്ണേണ്ടതില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ആധാരമായി അവർ വ്യത്യസ്തമായ നിലപാടുകൾ ആണ് അവരുടെ വിധികളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിധിയുടെ ഉള്ളടക്കം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ ശക്തമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ആ വിധി നമ്മൾ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആശ്വാസകരമല്ല. പ്രതിപക്ഷത്തെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിൽ നടപ്പിലിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയുള്ള വോട്ടിങ്ങിനെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തിയിട്ടുള്ള സംഘടനകൾക്കോ അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവർക്കോ ഒന്നും തന്നെ ആശ്വാസമായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ആകമാനം തന്നെ ഒട്ടും തന്നെ ആശ്വാസകരമല്ലാത്തൊരു വിധിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2 നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഈ സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണം, ഇത് 45 ദിവസം സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതിന്റെ എന്താണ് നോക്കൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വി വി പാറ്റ് രസീതുകൾ പൂർണ്ണമായും എണ്ണണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ബാലറ്റ് പേപ്പറിലെ വോട്ടെണ്ണലിന് സമാധാനമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ഒരു രസീത് താഴത്തേക്ക് പ്രിൻറ്റ് ചെയ്ത് വരികയും പിന്നെ അത് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ആ കട്ട് ചെയ്തെടുക്കുന്ന രസീതുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഒരു സാധ്യത ഈ കാര്യത്തിലുള്ളത്, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തൻ്റെ പരാജയത്തെ സംബന്ധിച്ചൊരു സംശയം ഉന്നയിച്ചാൽ ഈ വി വി പാറ്റുകൾ മുഴുവൻ എടുക്കാവുന്നതും അത് വീണ്ടും ഒരിക്കൽ കൂടി എണ്ണി ഇക്കാര്യത്തിലുള്ള റിസൾട്ട് ഉറപ്പിക്കാവുന്നതുമാണ്. അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മെഷീൻ യൂണിറ്റ് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ടെങ്കിൽ ഫലം പ്രഖ്യാപിച്ച ശേഷം 7 ദിവസത്തിനകം പരിശോധിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ അന്ധമായ ഒരു സംവിധാനത്തെ സംശയിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് സംഭവിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. അങ്ങനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾക്ക് ഈ പറയുന്നത് കണക്ക് വി വി പാറ്റുകളെല്ലാം തന്നെ എന്താണോ നിങ്ങളുടെ വോട്ടിംഗ് മെഷീനിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുന്നത് അത് തന്നെയാണോ
യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് എന്നുള്ള അവിടെയാണ് ഈ സംശയം നിൽക്കുന്നത്. വി വി പാറ്റുകൾ സ്വാഭാവികമായിട്ടും അടയാളപ്പെടുത്തപ്പെട്ട പിന്നെ വോട്ടിനെ സംബന്ധിച്ച രസീതാണ് പുറത്തേക്ക് നൽകുക. പക്ഷേ നിങ്ങളിപ്പോൾ കൈപ്പത്തിയിലോ താമരയിലോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ വോട്ട് ചെയ്യുന്നു. അത് കൃത്യമായി അതേ ചിഹ്നത്തിൽ തന്നെ ആണ് അടയാളപ്പെടുത്തപ്പെടുന്നത്, രേഖപ്പെടുത്തപ്പെടുന്നത് എന്നത് തീരുമാനിക്കുന്നത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഈ വി വി പാറ്റുകൾ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തപ്പെട്ട വോട്ടിൻ്റെ രസീതാണ്. ആ അടയാളപ്പെടുത്തപ്പെട്ട വോട്ട് ഞാൻ ചെയ്ത വോട്ട് തന്നെയാണ് ഈ അടയാളപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളില്ല. അത് ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സംശയത്തിന് ഇട നൽകുന്നതാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് അങ്ങ് കണ്ണുമടച്ച് പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ഏതായാലും ലോകരാഷ്ട്രങ്ങളിൽ എവിടെയും, മുൻനിര രാഷ്ട്രങ്ങളിൽ എവിടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ല എന്നുള്ളതും ബാലറ്റ് പേപ്പറിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണെന്ന് മാത്രമല്ല, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ബാലറ്റ് പേപ്പറുമുണ്ട്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുകയും അതിനകത്ത് തിരഞ്ഞെടുപ്പ് വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള ആ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള ഏക പോംവഴി, ഏക സാധ്യത. അവിടെ നിങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന വോട്ടിൻ്റെ ഒരു വി വി പാറ്റ് ലഭിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ആ വി വി പാറ്റ് റെസിപ്റ്റുകൾ കൂടി എണ്ണണം. എന്നിട്ടതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അതുകൂടി എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം 7 ദിവസം സംശയമുണ്ടെങ്കിൽ 7 ദിവസം പരിശോധിക്കണം. അതിനുശേഷം സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ആ പരിശോധന വേണ്ടത്. ഇതിന്റെ ചെലവ് പരാതി നൽകുന്ന സ്ഥാനാർത്ഥി, പരാതി നൽകുന്നവരാണ് ചെലവ് വഹിക്കേണ്ടി വരുന്നത്. ആക്ഷേപം ഉന്നയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് ചെലവ് ഈടാക്കണം. ക്രമക്കേട് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ തുക മടക്കി നൽകാം. കൃത്രിമം കാണിച്ചു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തുക മടക്കി നൽകണം. വോട്ടിംഗ് സംവിധാനത്തെ ആകെ അന്ധമായി എതിർക്കരുത്, അവിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആരോപണമായിരുന്നു. ആ ആരോപണം ഇപ്പോൾ പൂർണ്ണമായും കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക എന്നാണ് കോടതി അതാണ് കന്നയുടെ ബെഞ്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തിട്ടുള്ളത്. ഏതായാലും അക്കാര്യത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നു. ഏതായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും അതുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമാണ് വന്നിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ടൊരു വിധി തന്നെയാണ്. ഏതായാലും ആകാംക്ഷയോടെ പ്രതിപക്ഷ പാർട്ടികൾ ഉറ്റുനോക്കിയിരുന്ന ഒരു വിധിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതേതായാലും പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയല്ല. കേരളത്തിൽ